ഹലോ, ഇന്ന് നമ്മൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുർക്കുറയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികളുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ് ലേസ്, കുർക്കുറെ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കുട്ടികളുടെ ഏറ്റവും വലിയ വീക്ക്നെസ്. അപ്പോൾ അതിൽ കുർക്കുറെ അതിൻ്റെ ഏകദേശം അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതിന്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ പത്തിരിപ്പൊടിയാണ്. പത്തിരി, ഇടിയപ്പം അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്ന സാധാ പത്തിരിപ്പൊടിയാണ്, പച്ചരിപ്പൊടി. 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അളവുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ്. മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഏകദേശം 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ചെറിയ സ്പൂണിലാണ് എടുത്തത്, അതുകൊണ്ടാണ് 3 എന്ന് പറഞ്ഞത്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇപ്പോൾ കോൺഫ്ലവർ ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമില്ല, 3 or 4 ആയാലും കുഴപ്പമില്ല. ഏകദേശം ഒരു 3-3.5 ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണൊന്നും ഇല്ല കേട്ടോ, ഒരു നുള്ള്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, ഏതായാലും കുഴപ്പമില്ല. പിന്നെ ചതച്ച മുളകാണത്. ജസ്റ്റ് നമ്മൾ ഉണക്കമുളക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂട്ടിയെടുക്കാം. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് ബേക്കിംഗ് പൗഡറാണ്. പിന്നെ വെളുത്തുള്ളി 2 അല്ലി ഞാനൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ്. ഇനി നമ്മളത് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ തന്നെ പച്ചവെള്ളമാണ്. വെള്ളം ഒഴിക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്യണം. ആദ്യം തന്നെ വെള്ളം ഒഴിക്കരുത്. ആദ്യം അതെല്ലാം കൂടി കടലമാവ്, അരിപ്പൊടി, കോൺഫ്ലവർ ഇതെല്ലാം കൂടി ചേർത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് മാത്രം വെള്ളം ഒഴിക്കുക. അപ്പോൾ പിന്നെ കുഴച്ചെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പെട്ടെന്ന് കുഴച്ചെടുക്കാൻ കാരണം ചൂടൊന്നുമില്ലല്ലോ, പച്ചവെള്ളത്തിലാണല്ലോ. ചൂടുള്ളതാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊന്നുമില്ല, പച്ചവെള്ളത്തിലാണ് കുഴക്കുന്നത്. അത്യാവശ്യം നന്നായിട്ടൊന്ന് കുഴച്ച് മയപ്പെടുത്തി എടുക്കണം. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾ നമുക്ക് ഇപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങ് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു 10 മിനിറ്റ് നേരത്തെ ഒരു പരിപാടിയേ ഉള്ളൂ. വേണമെങ്കിൽ അവരെ തന്നെ ഹെൽപ്പിന് വിളിക്കുകയും ചെയ്യുക, കാരണം ഇത് കുർക്കുറെ ഷേപ്പിലാക്കാൻ. ഇപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഞാനിതാ ഒന്നിങ്ങനെ ഈ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ ബോൾസ് എടുക്കുക. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലൊക്കെ എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നീട്ടി എടുക്കുക. സാധാരണ കുർക്കുറേൻ്റെ ഷേപ്പ് തന്നെ. പിന്നെ ഷേപ്പൊക്കെ ശരിക്കും നമ്മളെ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണതാണ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ അതാ ഞാൻ പാം ഓയിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എടുത്തത് പാം ഓയിലാണ്. എന്നിട്ട് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാണ്. നല്ല ഹൈ ഫ്ലെയിമിലാകുമ്പോൾ വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ചധികം സമയം തന്നെ വെക്കേണ്ടി വരും കേട്ടോ. പെട്ടെന്ന് തന്നെ കോരിയെടുക്കരുത്. പെട്ടെന്ന് കോരിയെടുത്ത് കഴിഞ്ഞാൽ ക്രിസ്പിനെസ് ഉണ്ടാവില്ല. പുറമേ ക്രിസ്പിയാവും, അകമേ ഇങ്ങനെ സോഫ്റ്റായി കിടക്കും. അപ്പോൾ അത് ചെയ്യരുത്. കുറച്ചധികം സമയം തന്നെ എടുക്കും, കാരണം നമ്മൾ തിളപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ, തിളപ്പിച്ച വെള്ളത്തിലല്ലല്ലോ. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. എന്നിട്ട് ഫുള്ള് അങ്ങനെ ഒന്നിച്ച് കോരിയിട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം ഒരുമിച്ചിട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടി അങ്ങനെ ഒട്ടിപ്പോവും. അപ്പോൾ ഞാനിപ്പോൾ കംപ്ലീറ്റ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരു ട്രിപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അടുത്ത ട്രിപ്പ് അവിടെ റെഡിയാവുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ചട്ടിയിലേക്ക് ഇട്ട ഉടനെ തിരിച്ചിട്ട് കൊടുക്കരുത്. അപ്പോൾ അത് ശരിക്കും ഒന്ന് സെറ്റായിട്ടുണ്ടാവില്ല. അപ്പോൾ അത് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. റെഡിയായി വരുമ്പോൾ അതിങ്ങനെ മേലേക്ക് പൊങ്ങി വരും. ഇപ്പോൾ കണ്ട ഏകദേശം എല്ലാം അങ്ങനെ മേലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. മാത്രമല്ല ഒരു ബ്രൗൺ കളറും കൂടി ആവും. സ്വതവേ പാം ഓയിലായത് കാരണം കുറച്ച് കളർ ഡിഫറൻസ് ഉണ്ടാവും, അത് പ്രശ്നമാക്കണ്ട. ഇപ്പോൾ ഒരു ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരുപാട് എണ്ണയൊന്നും കുടിക്കാത്തൊരു സംഭവമാണിത്. നമ്മൾ ഞാൻ ഒഴിച്ച അത്രയും എണ്ണ തന്നെ അവസാനം ബാക്കിയുണ്ടായിരുന്നു. നമ്മൾ കോരിയെടുക്കാൻ സമയത്തും ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുക, കാരണം എണ്ണ കുടിക്കാതിരിക്കാൻ അത് നല്ലതാണ്. ചില ആൾക്കാർ കോരിയെടുക്കാനാവുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണ കണ്ടിട്ടുണ്ട് ഗ്യാസ് ലാഭിക്കാൻ. പക്ഷേ അതൊരു മണ്ടത്തരാണ് ശരിക്കും, കാരണം അപ്പോൾ എണ്ണ വലിച്ച് കുടിക്കുകയാണ് ചെയ്യുക. ഇതാ ഞാനിപ്പോൾ കോരി എടുത്തിട്ടുണ്ട്, കണ്ടോ? ഈ കളറാവുമ്പോഴാണ് കോരിയെടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് മസാലകളും കൂടി ഇതിലിടാനുണ്ട്. കോരിയെടുത്ത ഉടനെ കഴിക്കരുത്. ഞാൻ നെക്സ്റ്റ് ട്രിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതാവുന്ന സമയം കൊണ്ടാണ് ഞാൻ അടുത്ത ട്രിപ്പ് ഇതുപോലെ അങ്ങനെ ഷേപ്പാക്കി എടുത്തത് കേട്ടോ. മാത്രമല്ല നമുക്കിപ്പോൾ 2-3 പാത്രത്തിലൊക്കെ ചെയ്ത് വെച്ചാൽ മതി. ഒന്നൊന്നുമിൽ തൊടാതെ ഇങ്ങനെ നിറയെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി.
ഞാൻ പക്ഷേ ഒരു ട്രിപ്പ് ആവണ സമയം കൊണ്ട് ഇപ്പോൾ കണ്ടോ ഇതിങ്ങനെ മേലേക്ക് പൊങ്ങി വന്നത്. അങ്ങനെ കുറച്ച് സമയം എടുക്കും ഇതാവാൻ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അടുത്തത് ചെയ്യാവുന്നേ ഉള്ളൂ. ആ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഉണ്ടാവുമല്ലോ എന്തായാലും. അപ്പോൾ അവിടെ നിന്നിട്ട് തന്നെ ചെയ്താൽ മതി. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലാക്കുക. പിന്നെ നമ്മൾ കോരിയെടുക്കാൻ സമയത്ത് വീണ്ടും ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കുക. കൂട്ടി മുട്ടാതെ സൂക്ഷിക്കണം. ഓരോന്നിങ്ങനെ പ്ലേറ്റിൽ നിന്ന് എടുത്തിടുമ്പോൾ കൂട്ടി മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ഒട്ടി തന്നെ കിടക്കും. പിന്നെ അത് വേറെ എടുക്കാൻ നോക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ടല്ലല്ലോ ചട്ടവും കൊണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഓരോന്നോരോന്ന് തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരുമിച്ച് നമുക്കൊരു പ്ലേറ്റ് കൊണ്ട് കൊണ്ടുപോയി കുടയാനൊന്നും പറ്റില്ല. കാരണം തിളച്ച വെള്ളത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. തമ്മിൽ ഒട്ടാതെ പ്രത്യേകം സൂക്ഷിക്കും വേണം. ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. കാരണം നമ്മൾ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്, ക്രഷ്ഡ് ചില്ലി, ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. കുർക്കുറയുടെ ആ ഒരു സ്മെല്ല് വരും. മാത്രമല്ല ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടി വേറെ ഇടുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും ഇതൊരു കുർക്കുറ ആയിട്ട് മാറുക. ഇതിങ്ങനെ ശരിക്കും റോൾ ചെയ്ത് ഇതുപോലെ ഈ ഷേപ്പാക്കി എടുക്കാനൊക്കെ നമുക്ക് കുട്ടികളുടെ ഹെൽപ്പ് തന്നെ ചോദിക്കാം. കാരണം അവർ കുർക്കുറെ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ കുഴച്ച് കൊടുത്താൽ അവർ തന്നെ ചിലപ്പോൾ ഈ ഷേപ്പിലൊക്കെ ആക്കി തന്നോളും. അവർക്ക് ഇഷ്ടമാണല്ലോ ചപ്പാത്തി വരുത്താനും മാവ് കുഴക്കാനൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയേ ചെയ്യുന്നുള്ളൂ. 3/4 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് കടലമാവ്, 4 ടീസ്പൂൺ കോൺഫ്ലവർ. അപ്പോൾ അത് ഒരുപാടൊന്നുമില്ല. ഏകദേശം എല്ലാം കൂടി ഒരു 1.5 കപ്പാണുള്ളത്. അപ്പോൾ ഒരുപാട് കുട്ടികളോ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഉള്ള വീടാകുമ്പോൾ വലിയവർക്കും ഇഷ്ടമാവും ഇത്. 2-3 കപ്പൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ സഹായവും ചോദിക്കുക. എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചാട്ട് മസാല ഇടുന്നുണ്ട്. വേണമെങ്കിൽ കൂട്ടിയെടുക്കാം, പക്ഷേ ഇത്രേ ഇതിന് ആവശ്യമുള്ളൂ. ഈ ചൂടോടെ തന്നെ ചെയ്യണത്. ഫ്രൈ ചെയ്ത് എടുത്ത ഉടനെ ചൂടോടെ തന്നെ ചെയ്യുക. എന്നിട്ട് ഞാനതൊന്ന് മിക്സ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ ഒരു ഫേവറേറ്റ് ഐറ്റം ആവും. ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. നമ്മളെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് വേണ്ടതെല്ലാം. കാരണം അരിപ്പൊടിയൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്കുക. കണ്ടിട്ട് ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്